പനമ്പള്ളി നഗറിലെ വ്യാജ സർട്ടിഫിക്കറ്റ് തട്ടിപ്പിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. കൊച്ചി പനമ്പള്ളി നഗറിൽ പ്രവർത്തിച്ചിരുന്ന ഫാസ്റ്റ് ഗ്രാഡ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. കാലടി സ്വദേശിയുടെ പരാതിയിൽ 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. റാംഷ CP ആണ് ചെയ്തത്. വിശദാംശങ്ങളുമായി റാംഷ, നമ്മൾ ഗുഡ് ഈവനിംഗ് ഷോയിൽ ഇത് വിശദമായി തന്നെ ഈ വാർത്ത എത്തിച്ചതാണ്. എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് വിശദമായി തന്നെ മനസ്സിലാക്കിയതുമാണ്. ഇതിലിതാ ഇപ്പോൾ നടപടി ഉണ്ടാകുന്നു, പോലീസ് കേസെടുക്കുകയാണ്. തീർച്ചയായും വിനീത, റിപ്പോർട്ടറാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നിരവധി ആളുകളാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് 15-ലധികം പരാതികൾ ഇതിനോടകം തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇതിന് തൊട്ടടുത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാപനത്തിന് മുൻപിലാണ്. ഈ സ്ഥാപനത്തിന് തൊട്ടടുത്ത് ഒരു ലോജിസ്റ്റിക് സ്ഥാപനമുണ്ട്. അവിടുത്തെ തൊഴിലാളികളോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് നിരവധി വിദ്യാർത്ഥികൾ, 4-5 വിദ്യാർത്ഥികളാണ് ഓരോ ദിവസവും ഇവിടെ ഈ സ്ഥാപനം അന്വേഷിച്ച് പരാതിയുമായി വന്നു ചേരുന്നത് എന്നാണ്. ആ നിലയിൽ വലിയ പരാതികൾ ഈ സ്ഥാപനത്തിനെതിരെ ഉയരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അങ്കമാലി സ്വദേശിനിയായ ഒരു യുവതിയുടെ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ FIR-ൽ 6 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഈ വാർത്ത നൽകിയത് വയനാട് സ്വദേശിയായ ഒരു യുവാവിന്റെ പ്രശ്നവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആ കേസിൽ +2 സർട്ടിഫിക്കറ്റ് വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യുവതിക്ക് വാഗ്ദാനം നൽകിയത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആയിരുന്നു. കർണാടകയിലെ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നൽകാം എന്ന് വാഗ്ദാനം നൽകിയാണ് യുവതിയിൽ നിന്ന് പണം തട്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും വിവിധ ബോർഡുകളിൽ നിന്ന്, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ നിന്ന് +2 SSLC സർട്ടിഫിക്കറ്റുകളൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ സംഘം വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. 35,000 മുതൽ 60,000 രൂപ വരെ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ വലിയൊരു തട്ടിപ്പാണ്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി ഈ സ്ഥാപനം ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല. ഇവരെ ഒരു നമ്പറിലും വിളിച്ച് ലഭ്യമാകാത്ത സാഹചര്യവുമാണ്. നൽകുന്നത് തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ്, അതുപോലും നൽകാതെ പറ്റിച്ചു എന്നതാണ് ഈ കേസിൽ ഒരു കൗതുകകരമായിട്ടുള്ളത്. വിനീത, ശരി, വ്യക്തമാണ്. റാംഷ CP ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ ഇതാ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്.